ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. ഫൈസൽ ടേസ്റ്റി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഉള്ളിവട. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാ. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't see. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞെടുത്തത്. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തത്, കുറച്ച് മല്ലിച്ചപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. നിങ്ങളെ എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി. ഞാനിവിടെ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് സൈഡിലേക്ക് വെക്കുക. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് ഇതിലേക്ക് മൈദ, അരിപ്പൊടി, കടലപ്പൊടി എന്നിവ മിക്സ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ആക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 കപ്പ് മൈദ, 1/2 കപ്പ് കടലമാവ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയോടെ തന്നെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഓരോരു ഉള്ളിവടയായിട്ട് ഇങ്ങനെ ഇടുവാൻ വേണ്ടി പോവാണ്. അങ്ങനെ ചെറുതായിട്ട് ബോളാക്കിയിട്ട് എടുത്തിട്ട് പരത്തിയിട്ട് വേണം ഇടുവാൻ വേണ്ടിയിട്ട്. എണ്ണ ഓവർ ചൂടുണ്ടാകാൻ പാടില്ല. എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇടുവാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാ ഉള്ളിയോടെയും ഇട്ടതിന് ശേഷം തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇത് ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു. അങ്ങനെ മുരിഞ്ഞ് വരുന്നത് വരെ
നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഇതിൻ്റെ ഉള്ളെല്ലാം ശരിക്കും വേവും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് നോക്കുക. ഏകദേശം ഈ പരുവത്തിൽ വേണം നമ്മൾ ഉള്ളിയോടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഉള്ളിയോടെ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.